പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ചരക്കുഗതാഗതം നിശ്ചലമായതോടെ കടുത്ത നടപടികളുമായി ഏഷ്യൻ രാജ്യങ്ങൾ. ഫിലിപ്പീൻസ് മുതൽ പാകിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങൾ പ്രതിസന്ധി നേരിടാൻ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. കോവിഡ് കാലത്തിന് സമാനമായി വർക്ക് ഫ്രം ഹോം മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ വരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യയിലെ ഇന്ധന ഗതാഗതത്തിന്റെ 80% നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. നേപ്പാളും ബംഗ്ലാദേശും ദക്ഷിണ കൊറിയയും വിയറ്റ്നാമും ജപ്പാനുമെല്ലാം ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്ക ഇന്ധനവില 25% ഉയർത്തി. വൈദ്യുതിയും ഇന്ധനവും പരമാവധി കുറച്ച് ഉപയോഗിക്കണമെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 ചുരുക്കിയതിനൊപ്പം ബുധനാഴ്ചകൾ പൊതു അവധിയാക്കി. കാറുകൾക്ക് ആഴ്ചയിൽ 15 ലിറ്ററും ബസ്സുകൾക്ക് 60 ലിറ്ററും ഇന്ധനം മാത്രമാണ് വിതരണം നടത്തുക. പാകിസ്ഥാനിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. സ്കൂളുകൾ മാർച്ച് 16 മുതൽ അടച്ചു. യൂണിവേഴ്സിറ്റികളിൽ പഠനം ഓൺലൈനാക്കി. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആഴ്ചയിൽ 4 ദിവസമാക്കി. അതേസമയം പ്രതിസന്ധി മറികടക്കാൻ ഫിലിപ്പീൻസ് ഇന്ധന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം 4 ദിവസം മാത്രമാക്കി.